ഇന്നത്തെ റെസിപ്പി ഒരു കപ്പ് അരിപ്പൊടി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി 4 മണി പലഹാരത്തിൻ്റെയാണ്. അപ്പോൾ ഈ ഒരു സ്നാക്ക് അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് മനസ്സിലാവേയില്ല. നല്ല സോഫ്റ്റാണ്, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടൈപ്പ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് എങ്ങനെയാണ് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരം തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് ആ ഒരു ബൗളിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവരുത്, നന്നായിട്ട് തുടച്ചെടുത്തിട്ടുള്ള ബൗളായിരിക്കണം. ഇനി ഇതിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തിട്ടുള്ള കോഴിമുട്ട ഒന്നും എടുക്കരുത്. ഇനി ഇതിലേക്കൊരു പിഞ്ചളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടിക്ക് പകരമായിട്ട് വനില എസൻസ് കയ്യിലുണ്ടെങ്കിൽ വനില എസൻസ് ചേർത്ത് കൊടുത്താലും മതിയാവും. ഏത് ടേസ്റ്റാണോ ഇഷ്ടമുള്ളത് അത് ചേർത്ത് കൊടുക്കാം, രണ്ടായാലും കുഴപ്പമില്ല. ഇനി ഇതൊരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ കയ്യിലില്ലാത്തവർക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താലും മതിയാവും. ഏറ്റവും ഒന്നും കൂടെ നല്ല പൊങ്ങിയിട്ട് നന്നായിട്ട് പൊങ്ങി വരാം ബീറ്ററിൽ വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ മുട്ട നന്നായിട്ടൊന്ന് പതിപ്പിച്ചിട്ട് ആ ഒരു മഞ്ഞ കളറൊക്കെ മാറി നല്ല വെള്ള കളറായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര വേണമെങ്കിൽ പൊടിച്ചിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പൊടിച്ചെടുത്തിട്ടൊന്നുമില്ല, അപ്പോൾ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു പഞ്ചസാരയൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് വരണം കേട്ടോ. അപ്പം കുറച്ച് സമയം നന്നായിട്ട് ബീറ്റ്. പിന്നെ ഇതുപോലെ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും കറക്റ്റായിട്ട് കിട്ടുക പൊടിച്ച പഞ്ചസാര വെച്ചിട്ടാവുമ്പോഴാണ്. വലിയ തരിയുള്ള പഞ്ചസാരയൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലത് പൊടിച്ചെടുക്കുക തന്നെയാവും. അപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി നന്നായിട്ട് ഫ്ലഫി ആയിട്ട് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നാൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് അരിപ്പൊടിയാണ്. അപ്പോൾ അരിപ്പൊടി ഞാൻ ഒരു അരിപ്പയിലൂടെ ഇട്ടിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ടാണ് അരിപ്പയിലിട്ടിട്ടൊന്ന് അരിച്ചെടുക്കുന്നത്. ചേർത്താൽ നല്ലതാണ്, ഇനിയിപ്പോൾ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും കൂടെ നല്ല പൊങ്ങിയിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ ഏറ്റവും ബെസ്റ്റാണ്. ഇനി ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കാം, ഏകദേശം നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ടൊക്കെ കിട്ടുകയും ചെയ്യും. പിന്നെ ഈ പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഇതുപോലെ സ്പാച്ചില വെച്ചിട്ട് ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. ഒരുപാട് അങ്ങോട്ട് ധൃതി കൂട്ടിയിട്ട് സ്പീഡിലൊന്നും മിക്സാക്കി എടുക്കരുത്. ഒരു പൊങ്ങി വന്നിട്ടുള്ള മുട്ടയൊക്കെ താന്നു പോകും, അപ്പോൾ കറക്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ കുറേശ്ശെയായിട്ട് പൊടികൾ ഇതിലേക്ക് ചേർത്തിട്ട് ഇതുപോലെ സ്പാച്ചില വെച്ചിട്ട് ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. പതുക്കെ ചെയ്തെടുത്താൽ മിക്സാക്കി എടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ ഈ പൊടികളൊക്കെ നന്നായിട്ട് മുട്ടയിൽ നന്നായിട്ട് മിക്സായിട്ട് കിട്ടുകയും വേണം. അപ്പം പൊടികളൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി കേക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിലാണ്. അപ്പോൾ മുട്ടൊക്കെ ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ കുക്കറൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ആക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടായിട്ടാണ് കുക്കറുള്ളത്, എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് പൊങ്ങി കിട്ടുകയുള്ളൂ. ഇനി മാവ് ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് ഒരു 20-25 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മളെടുക്കുന്ന പാത്രത്തിനനുസരിച്ച് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ കുക്കറിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കരുത്, വെയിറ്റ് ഇട്ട് കൊടുക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. പിന്നെ കുക്കറിലൊക്കെ വേവിച്ചെടുക്കുന്നത് കാരണം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാനോ പഴയ ഏതെങ്കിലും അലൂമിനിയത്തിൻ്റെ അടുപ്പുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അടി പിടിക്കുകയില്ല. അപ്പോൾ ഏകദേശം ഒരു 20-25 മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കാം, കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് സെൻറ്ററിലൊന്ന് കുത്തി നോക്കുമ്പോൾ അതിൽ ഒട്ടി പിടിക്കുന്നൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുക്കറിൽ നിന്ന് സൈഡൊക്കെ ഒന്ന് വിടിയിച്ചിട്ട് കുക്കറിൽ നിന്ന് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, അരിപ്പൊടി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് മനസ്സിലാവേ ഇല്ല. അടിപൊളി ടേസ്റ്റുമാണ്. നമ്മൾ സാധാരണ വനില കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിനും ഉണ്ടാവുക. മൈദ ചേർക്കാതെ നമുക്ക് അരിപ്പൊടി വെച്ചിട്ടും ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അരിപ്പൊടി ആകുമ്പോൾ ഉറപ്പുണ്ടാവുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടാവും, പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.